നമ്മുടെ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് തോന്നുന്നു കണക്ക് കൂട്ടുന്നത്. അവർ അത് വളരെ ലൗഡായിട്ട് പറയുന്നില്ലെങ്കിലും വളരെ ലൗഡായിട്ടുള്ള പ്രചാരണമൊക്കെ കുറവായിരുന്നു. എൽ ഡി എഫ് എന്തെങ്കിലും അബദ്ധം പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു. വളരെ പാകതയോടുകൂടി സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിർത്തിയത്. ഇപ്പോൾ വിജയരാഘവനെ പോലെ വലിയ ഹെഡ്ലൈൻ ഉണ്ടാക്കുന്ന ആളുകളൊന്നും അധികം സംസാരിച്ചായിട്ട് കണ്ടിട്ടില്ല. വളരെ ശ്രദ്ധയോടുകൂടി പോവുക ചെയ്ത്. അവർക്കുള്ളിലൊരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയ്ക്കുള്ള ഒരുപാട് കാരണങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എം സ്വരാജിനെക്കാളിലും ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ എൽ ഡി എഫിന് മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം നിലമ്പൂർകാരനായ സ്ഥാനാർത്ഥിയാണ്. പിന്നെ മാത്രമല്ല എൽ ഡി എഫിൻ്റെ എല്ലാ ഘടകകക്ഷികളെയും ഒന്നിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി. നമുക്കറിയാം നേരത്തെ സ്വാഭാവികമായിട്ട് സി പി ഐ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. CPM അൻവർ നോട്ട് ചെയ്ത്, അതായത് അൻവർ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം അവസാനിപ്പിച്ച് പൂർണ്ണമായും എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളുടെ മുഴുവൻ വോട്ട് കിട്ടാൻ കഴിയുന്ന ഏക സ്ഥാനാർത്ഥിയാണ് എനിക്ക് തോന്നുന്നത്. പരിഗണിക്കപ്പെട്ട പേരുകൾ വെച്ച് നോക്കുമ്പോൾ ഏക സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മണ്ഡലത്തിൻ്റെ ഒരു കാര്യമെടുത്താൽ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരല്ല കൂടുതൽ, ഹിന്ദു വോട്ടർമാർ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. പക്ഷെ മുസ്ലിം വോട്ടർമാരിൽ നല്ല ഒരു പങ്കിനെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് എം സ്വരാജ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എം സ്വരാജ് പല വിഷയങ്ങളിലും സ്വീകരിച്ച നിലപാട്. കാരണം അത് മുസ്ലിം സമൂഹത്തിലടക്കം വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. ഒന്ന് ബാബരി മസ്ജിദിൽ വിധി വന്ന സമയത്തുള്ള എം സ്വരാജിന്റെ നിലപാട്. പിന്നീട് മലപ്പുറത്തിനെതിരെ സംഘപരിവാർ നടത്തിയ വിദ്വേഷ പ്രചാരണ കാലത്ത് അന്ന് എം സ്വരാജ് MLA ആണ്. അന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ എം സ്വരാജ് എങ്ങനെയാണ് മലപ്പുറം ജില്ലയെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞ കാര്യം, വാര്യംകുന്നനെ അടക്കം പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം, അതൊക്കെ സജീവ ചർച്ചയാണ് കേട്ടോ. അത് സജീവ ചർച്ചയാണ്. അത് ഈ നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പം ഈ കോളേജ് വിദ്യാർത്ഥികളടക്കം അത് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എം സ്വരാജ് സജീവമായി നിർത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. പിന്നെ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് ശരിക്കും ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം നിശ്ചയിച്ച അജണ്ടയുടെ പുറകെയാണ് UDF പോയത്. ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, മലപ്പുറം വിവാദം ആയിക്കോട്ടെ. മലപ്പുറം വിവാദത്തിലൊക്കെ UDF എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് വീണുപോയത് UDFന്റെ കയ്യിലാണ്. പക്ഷേ അത് വിഷയമാക്കി. അതെ അതെ അല്ല, സാധാരണ അത് തിരിച്ചാണ് സംഭവിക്കാറ് തെരഞ്ഞെടുപ്പുകളിൽ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. അതെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അൻവർ ഒരു 15,000 മുകളിൽ അല്ലെങ്കിൽ 20,000 അടുത്ത് വോട്ട് പിടിച്ചാൽ അത് അൻവർ LDFന്റെ ഭാഗമായിരുന്നുകൊണ്ട് അൻവർ പിടിക്കുന്ന വോട്ടൊന്നും LDFന്റെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിനകത്ത് വേറെ ഫാക്ടറുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം ആര്യാട ഷൗക്കത്തിന് നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിയിൽ അവിടെ വലിയ ആൾ തടിച്ചുകൂടി. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെ കാണാനാണ് വന്നത്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഷൗക്കത്തുമായിട്ടുണ്ട് എന്ന് അവർ വ്യക്തിപരമായി പറയുന്നുണ്ട്.